അതിനാധാരമായതും ഉറപ്പായിട്ടും മുൻപുള്ള 2 കേസുകൾ അതിൽ ഏത് വിധത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള പോലീസിനെ പറ്റിച്ച് മുങ്ങി നടന്നത് എന്നുള്ളതാണ്. അതിൽ അത്രത്തോളം വലിയ വിമർശനം ഉയർന്നതാണ്. ഇനി ഉറപ്പായിട്ടും അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങളായിട്ട് മുന്നിലേക്ക് വാദിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കണ്ണൻ, കഴിഞ്ഞ 2 കേസിലും നമ്മൾ കണ്ടതാണ് പരസ്പര സമ്മതത്തോടു കൂടിയാണ് തുടങ്ങിയ വാദങ്ങൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഇതിലും അതുണ്ടാകും. അത് മാത്രമല്ല, അതിവേഗമുള്ള നടപടിക്രമങ്ങൾ കെട്ടിച്ചമച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും രാഹുൽ ഇനി മുന്നിലേക്ക് വാദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിൽ എത്രത്തോളം ശക്തമായ വാദപ്രതിവാദങ്ങളായിരിക്കും ഇനി ഓപ്പൺ കോർട്ടിലെത്തുക? ഓപ്പൺ കോർട്ടിലെത്തുമ്പോൾ പൂജ പറഞ്ഞതുപോലെ തന്നെ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഉഭയസമ്മതത്തോടു കൂടിയുള്ള ഒരു ലൈംഗിക ബന്ധം എന്നുള്ളതായിരിക്കും പ്രധാനമായും ബാധിക്കാൻ പോകുന്നത്. പക്ഷേ ഈ കേസിൽ അത് അങ്ങനെ നിലനിൽക്കാൻ സാധ്യതയില്ല. കാര്യം ഒരു തവണ മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. വളരെ ക്രൂരമായിട്ട് ആ സ്ത്രീയെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതായത് 2024 4 മാസം ഏപ്രിൽ 8 തീയതി 1 മണിക്ക് ശേഷമാണ് തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഈ പ്രതി ക്രൂരമായി ആക്രമിച്ചത്. അപ്പോൾ പ്രതി ഈ പെൺകുട്ടിയോട് പറഞ്ഞത്, അതിജീവിതയോട് പറഞ്ഞത് ഗർഭം ധരിക്കണം, അങ്ങനെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ സാധിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം പിന്നീട് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ നേരെ കളം മാറ്റി ചവിട്ടുകയാണ് ഈ പ്രതി ചെയ്തിട്ടുള്ളത്. കളം മാറ്റി ചവിട്ടുക എന്ന് വെച്ചാൽ ആ ഭ്രൂണഹത്യ നടത്താൻ ഇയാൾ നിർബന്ധിച്ചു. ഭ്രൂണഹത്യ നടത്തിക്കുന്നതിന് ഇല്ലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഭ്രൂണം അടക്കമുള്ള കാര്യങ്ങൾ ആ DNA സാമ്പിളിന് വേണ്ടി ആ അതിജീവിത ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് DNA പരിശോധനയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത്. കാര്യം ഏത് വിധേനയും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള, അതിൽ ഏറ്റവും അവസാനമായി പറയുന്ന ഒരു വരിയുണ്ട്, അവിവാഹിതരായിട്ടുള്ള വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ ഉപദ്രവം നടത്താറുണ്ട്, അവരെ ചൂഷണം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരാൾ പോലും ഇനി ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നതെന്നാണ് ചില ഉദ്യോഗസ്ഥരോട് നമ്മൾ വ്യക്തിപരമായി അല്ലെങ്കിൽ ഓഫ് ദ റെക്കോർഡ് സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിയെ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാട്ടെ ജനങ്ങൾ വിജയിപ്പിച്ച പാലക്കാട്ടുകാരുടെ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ തെളിവുകൾ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ, നാളെ ആയിരിക്കും ഇതിൽ ജാമ്യാപേക്ഷയിന്മേലൊരു വാദം കേൾക്കുക. നാളെ ഒന്നും ഒരു ജാമ്യം കൊടുക്കും എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ഒരു ഉറപ്പ് പറയാൻ സാധിക്കില്ല. ജാമ്യം കൊടുക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാര്യം മുൻപുണ്ടായിരുന്ന ഒരു ദുരനുഭവമൊക്കെ തന്നെ പ്രധാനമായും പ്രോസിക്യൂഷൻ എടുത്തു കാട്ടും. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ 1% പോലും ഒരു ഉറപ്പ് നമുക്ക് നൽകുവാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് പറയാൻ സാധിക്കില്ല. വരുന്ന ആളുകളിലായിരിക്കും ഹൈക്കോടതിയിലൊക്കെ മറ്റും ഒക്കെ പോയി കഴിഞ്ഞായിരിക്കാം ഒരു ജാമ്യത്തിലേക്ക് പോകുക. അതിനു മുമ്പ് തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും രാഹുലിനെ ചോദ്യം ചെയ്യുകയൊക്കെ തന്നെ ചെയ്യും. പക്ഷേ ഇന്ന് 6 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോഴും യാതൊരു കൂസലും രാഹുലിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. രാഹുൽ പലപ്പോഴും പല ചോദ്യങ്ങളോടും മൗനിയായിരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ യെസ് ഓർ നോ എന്ന് ചോദിച്ചാൽ പോലും അതിന് മൗനം പറയുക, മൗനമായിട്ടിരിക്കുക. മാത്രമല്ല, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അഭിഭാഷകനോട് ചോദിക്കൂ എന്ന് വളരെ തന്മയത്വത്തോടു കൂടി പറയുന്ന ഒരു രാഹുലിനെയാണ് ഇന്ന് ചോദ്യം ചെയ്യലിൽ കാണാൻ സാധിച്ചതെന്നാണ് SIT അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. പല കാര്യങ്ങളോടും കൃത്യമായൊരു പോസിറ്റീവ് സമീപനം ഉണ്ടായിട്ടില്ല. തെളിവുകൾ കാണിച്ചിട്ട് പോലും പോസിറ്റീവായിട്ടൊരു സമീപനം പറയാനോ അല്ലെങ്കിൽ അതിൻ്റെ സത്യമായിട്ടുള്ള കാര്യം വെളിപ്പെടുത്താനോ പോലും രാഹുൽ തയ്യാറായില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് DNA സാമ്പിൾ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കണ്ണൻ നായരാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഗുരുതരമായ കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ, കേരളത്തിലെ ഒരു MLA കുറിച്ചാണ് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലിലേക്ക് പോവുകയാണ്. മാവേലിക്കര ജയിലിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റിയിരിക്കുന്നത്. ഗുരുതരമായ കുറ്റമാണ്, ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് നീക്കം നടത്തിയിരിക്കുന്നത്. അങ്ങനെ അറസ്റ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. ബലാത്സംഗം ചെയ്തതിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വന്നിരിക്കുന്നത്. അതിനുശേഷം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഓരോ പേജുകൾ വായിച്ചു നോക്കുമ്പോഴും അത്രത്തോളം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഏറ്റവും ഒടുവിലായി പറഞ്ഞത് ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ്, അങ്ങനെ കടന്നു ചെല്ലാനുള്ള സാധ്യതയുണ്ട്, തെളിവുകളൊക്കെയുമായി ബന്ധപ്പെട്ട് ഭീഷണി നിലനിൽക്കുന്നുണ്ട്, കസ്റ്റഡിയിൽ ആവശ്യപ്പെടണം, കസ്റ്റഡിയിൽ വേണ്ടതാണ്, അതുതന്നെ ഇയാൾ സഹകരിക്കുന്നില്ല, ഡിജിറ്റൽ തെളിവുകൾ ഫോണിന്റെ ഉൾപ്പെടെ പാസ്വേഡ് നൽകാൻ തയ്യാറാകുന്നില്ല, അതിന് ഒരുപാട് ഡിജിറ്റൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇനി പോകണം, ഈ സംഭവ സ്ഥലത്ത് എത്തിച്ചുൾപ്പെടെ തെളിവ് ശേഖരണത്തിലേക്ക് ഉൾപ്പെടെ പോകണം. അതുമാത്രമല്ല ഒരു സ്ഥിരം കുറ്റവാളിയാണ്, സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ആളാണ്, ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് തുടങ്ങിയ
കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ DNA പരിശോധനയിലേക്ക് പോവുകയാണ്. രക്തസാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായിരിക്കുകയാണ്.